ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ എവ്രിഡേ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്കിന്നിനൊന്ന് ജസ്റ്റ് ഒന്ന് പ്രിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ന്യൂട്രിഡെം എന്ന് പറഞ്ഞൊരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കുറച്ച് ഡാർക്ക് സ്പോട്ട്സും പിന്നെ പിമ്പിൾ ഇതൊന്ന് ഫസ്റ്റ് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇൻസൈറ്റിൻ്റെ ഈ ഒരു കൺസീലർ പാലറ്റാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിലൊരു ഓറഞ്ച് ഷെയ്ഡാണ് എടുക്കുന്നത്. ഞാൻ ഓറഞ്ചും യെല്ലോവും കൂടി മിക്സ് ചെയ്താണ് എടുക്കുന്നത്. ബിക്കോസ് എൻ്റെ സ്കിൻ ടോണിന് ഈ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണിത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഡാർക്ക് ഉള്ളതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഡാർക്ക്നെസ് ഉള്ള സ്ഥലത്തൊക്കെ ഇട്ട് കൊടുക്കാം. സോ ഇവിടെയൊക്കെ ഡാർക്ക്നെസ് ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ ഞാൻ കൺസീൽ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ്. അപ്പോൾ കറക്റ്റ് ഷെയ്ഡിലുള്ള ഫൗണ്ടേഷൻ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ മെയ്ബിലിൻ്റെ സൂപ്പർ സ്റ്റേ എന്ന് പറഞ്ഞ കൺസീലറാണ് കേട്ടോ. സോറി, ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ കുറേ നാളായി ഞാൻ യൂസ് ചെയ്യുന്ന സെയിം ഷെയ്ഡ് തന്നെ. എപ്പോഴും നമ്മൾ ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഞാൻ ഡോട്ടായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പോകും. നമ്മൾ ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കുക. കാരണം ഇൻ കേസ് നമുക്ക് കുറഞ്ഞു പോയാലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഫുൾ വൈപ്പ് ഓഫ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലും നല്ലത് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് എപ്പോഴും ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ആയിട്ടാണ് ഞാൻ ഇട്ടെടുത്തേക്കുന്നത്. ഞാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു സ്പഞ്ച് വെച്ചിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ ഈസിലി ബ്ലെൻഡ് ആയിക്കോളും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ സെറ്റിംഗ് സ്പ്രേ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ എൻവൈബയുടെ ലൂസ് പൗഡർ എടുത്തേക്കുന്നത്, അത് ജസ്റ്റ് നമ്മൾ എടുത്തിട്ട് ഈ ഒരു മെയിൻ ഏരിയയിൽ, അതായത് അതിട്ടിട്ട് അത് നമ്മൾ ജസ്റ്റ് അതിനെ ലീവ് ചെയ്യുക. അതിന് ആ ഒരു ടൈം ഗ്യാപ്പിൽ നമ്മൾ എന്താ ചെയ്യുക, കണ്ണെഴുതി കൊടുക്കാം. ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഞാൻ എടുക്കാൻ പോകുന്നത്. ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ഈ ഔട്ടർ കോർണറിൻ്റെ അവിടെ ജസ്റ്റ് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. ഇന്നർ കോർണറിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഐലൈനർ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ റിനയുടെ ഐ കാജൽ എന്താ പറയുക, പെൻ ഐലൈനർ. ഓക്കെ, പെൻ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ മസ്കാര കേട്ടോ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഡസ്റ്റ് നമ്മൾ ഇട്ടേക്കണത് തട്ടിക്കളയാന്നുള്ളതാണ്. സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ലൂസ് പൗഡർ യൂസ് ചെയ്യുന്നത്. നല്ലൊരു ഫിനിഷ് കിട്ടും നമ്മുടെ മേക്കപ്പിന്. ഓക്കെ, ഈ ഒരു ബ്ലഷാണ്. അപ്പോൾ ബ്ലഷ് നമുക്ക് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. മേക്കപ്പ് റെവല്യൂഷൻ്റെ ലിക്വിഡ് ബ്ലഷാണ്. ഇങ്ങനെ ഡോട്ടായിട്ട് ഞാൻ ഇട്ടിട്ട് ബ്ലഷ് നമ്മൾ എപ്പോഴും ഇടുമ്പോഴും ഇങ്ങനെ ഇടാൻ ശ്രമിക്കുക. ഇങ്ങോട്ടേക്ക് അധികം വരരുത്, ഇവിടെ നിന്ന് ഈ ഒരു പോർഷൻ. ഓക്കെ, ബ്ലെൻഡർ തന്നെ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ലിപ്സ്റ്റിക്ക് ബാക്കി ഫേസിലെയും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ലിപ്പ് ലൈനർ വെച്ചിട്ട് ആദ്യം ലിപ്പ് ലൈൻ ചെയ്യാം. അപ്പം ഞാൻ ആദ്യം ഈ ഒരു ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് മേബിലിൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ന്യൂഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം. ഒരു ബ്രൗൺ ഷെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മാൾസിൻ്റെ ബ്രൗൺ ഷെയ്ഡ് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സെറ്റിംഗ് സ്പ്രേ, ഐബയുടെ മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. മേക്കപ്പിന് ഒന്നുകൂടി ലാസ്റ്റ് ചെയ്യാനും ആ മേക്കപ്പ് ഒന്നുകൂടി ഫിക്സ് ആയിട്ടിരിക്കാനും വേണ്ടിയാണ് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസിൽ, ഒരു 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ വേണം എപ്പോഴും സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാനായിട്ട്.
സോ ഇതാണ് ഫൈനൽ ലുക്ക്. ആൻഡ് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.